നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. രാജ്യത്ത് ആദ്യമായി ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്നു. അതും രാജ്യത്തിന്റെ തലസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ. ഒന്നും രണ്ടും തവണയില്ല, 9 തവണയാണ് ഇഡിയുടെ സമൻസിനെ അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി പുച്ഛിച്ചു തള്ളിയത്. ഹാജരാകില്ല എന്ന് തന്നെയായിരുന്നു ഡൽഹി മുഖ്യന്റെ വാശി. BJP ഇഡിയെ ചട്ടുകമാക്കുകയാണെന്നും സർക്കാരിനെ തന്റെ അറസ്റ്റിലൂടെ വീഴ്ത്താമെന്നാണ് BJP കരുതുന്നതെന്നും ആരോപിച്ച് ഓരോ തവണയും കേജ്രിവാൾ സമൻസ് തള്ളിക്കൊണ്ടേയിരുന്നു. ഹൈദരാബാദിലെ വസതിയിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡിനൊടുവിൽ BRS നേതാവും തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ K. കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തത് അക്ഷരാർത്ഥത്തിൽ കേജ്രിവാളിനുണ്ടായിരുന്ന ഒരു മുന്നറിയിപ്പായിരുന്നു. പക്ഷേ എന്നിട്ടും കേജ്രിവാൾ കുലുങ്ങിയില്ല, അനങ്ങിയില്ല. സമൻസിന് ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും കേന്ദ്രത്തിനെതിരായ സംസ്ഥാനങ്ങളുടെ സമരത്തിനുമെല്ലാം കേജ്രിവാൾ സജീവമായി പങ്കെടുത്തു. മോദിയെ ചീത്ത വിളിച്ചു, മോദിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് അത്താഴം വിളമ്പരുതെന്ന് ഡൽഹിയിലെ വീട്ടമ്മമാരോട് ആഹ്വാനം ചെയ്തു. ഭാര്യ പറഞ്ഞാൽ ഏത് ഭർത്താവിനാണ് കേൾക്കാതിരിക്കാനാവുകയെന്നും ചോദിച്ചു. വീട്ടമ്മമാരെ, നിങ്ങൾക്ക് ഞാൻ മാസം 1000 രൂപ പേഴ്സിൽ വെച്ചു തരുമെന്ന് വാഗ്ദാനം നൽകി. ധനസഹായത്തെ തുടർന്നാണ് സ്ത്രീ ശാക്തീകരണം നടത്തേണ്ടതെന്നും പറഞ്ഞു. കൂസലില്ലാതെ നടന്ന BJPയും ഇഡിയെയും വെല്ലുവിളിച്ചതോടെ കോടതിയെ സമീപിക്കാതെ രക്ഷയില്ലെന്ന് ഇഡിക്കും ബോധ്യപ്പെട്ടു. ഇനി എന്താണ് ഈ വിവാദത്തിന് കാരണം എന്ന് നമുക്ക് പരിശോധിക്കാം. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം പ്രാബല്യത്തിൽ വന്ന നയം സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക, മദ്യ മാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളെയാണ് അവതരിപ്പിച്ചത്. ഇതുപ്രകാരം നഗരത്തെ 32 സോണുകളായി തരംതിരിച്ചു. ഓരോ സോണിലും പരമാവധി 27 ഔട്ട്ലെറ്റുകൾ തുറക്കാം. ലേലം നടത്തി 849 ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകി. ഇതോടെ സർക്കാരിന് മദ്യവിൽപ്പനയുള്ള നിയന്ത്രണം അവസാനിച്ചു. നയത്തിനെതിരെ വിദ്യാഭ്യാസ മതസ്ഥാപനങ്ങൾ രംഗത്തേക്കും എത്തി. പുതിയ നയത്തിലൂടെ എല്ലായിടത്തും തുല്യമായ രീതിയിൽ മദ്യം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാർ വാദിച്ചെങ്കിലും വിലപ്പോയില്ല. തുടർന്നാണ് 2022 ജൂലൈയിൽ പുതിയ നയം റദ്ദാക്കുകയും പഴയത് പുനഃസ്ഥാപിക്കുകയുമായിരുന്നു. മദ്യവിൽപ്പനയ്ക്ക് ലൈസൻസ് നേടിയവർക്ക് സർക്കാർ സഹായം ചെയ്തു നൽകിയെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. പണം കെട്ടിവെക്കുന്നതിന് സർക്കാർ സമയം നീട്ടി നൽകുമായിരുന്നു. ഇതിലൂടെ സ്വകാര്യ ചെറുകിട വ്യാപാരികൾ വൻ സാമ്പത്തിക ലാഭവും ഉണ്ടാക്കി. അതേസമയം ഖജനാവിന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുകയും ചെയ്തു. ഇതിന് പിന്നിൽ ഉന്നത തലത്തിലുള്ള അഴിമതി നടന്നതായിട്ടായിരുന്നു CBIയുടെ കണ്ടെത്തൽ. വലിയ തുക ഉപഹാരമായി നേതാക്കൾ കൈപ്പറ്റുകയും പണം ഗോവയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തുവെന്നും CBI കണ്ടെത്തി. ഡൽഹി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടാണ് ഡൽഹി മദ്യനയ അഴിമതിയിലേക്ക് വെളിച്ചം വീശിയത്. 1991 GSLD നിയമം, 1993 ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് റൂൾസ്, 2009-2010 വർഷങ്ങളിൽ ഡൽഹി എക്സൈസ് നിയമങ്ങൾ എന്നിവയെല്ലാം ലംഘിക്കപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അന്വേഷണത്തിന് ഉത്തരവിട്ടതും. 2022 ജൂലൈ 22 ഗവർണർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. CBI കേസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഇഡിയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ സിസോദിയ, BRS നേതാവ് K. കവിത തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചനയാണ് ഡൽഹി മദ്യനയ അഴിമതി എന്ന് കോടതിയിൽ ഇഡിയുടെ ആരോപണം. ഇഡിയുടെ സമൻസുകളെ പുല്ലുവില കൽപ്പിക്കുകയും നിയമവിരുദ്ധമെന്ന് ആരോപിച്ച് തുടർച്ചയായി ഹാജരാകാതിരിക്കുകയും ചെയ്തതോടെ ഇതിനെതിരെ ഇഡി കോടതിക്ക് ഹർജി നൽകി. എന്നാൽ അത് തീർപ്പാക്കും മുൻപ് വീണ്ടും സമൻസ് അയച്ച് കെജ്രിവാളിനെ അവർ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഇതോടെ യുദ്ധം കോടതിയിലേക്ക് എത്തി മുറുകി. ഇഡിയുടെ ഹർജിയിൽ അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കെജ്രിവാളിന് സമൻസ് അയച്ചു. തുടർന്ന് കോടതിയിൽ ഹാജരായ കെജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചതിന് പിറകെയാണ് മാർച്ച് 21 മുൻപ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 9 ഇഡി സമൻസ് അയച്ചത്. ഇതോടെ പോരാട്ടം ഹൈക്കോടതിയിലെത്തി. നോട്ടീസിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത് കെജ്രിവാളാണ്.
പക്ഷേ കോടതി കേന്ദ്ര ഏജൻസിയുടെ നടപടികളെ തൃണവൽക്കരിച്ച ഡൽഹി മുഖ്യമന്ത്രിയുടെ നടപടിയെ ശാസിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹാജരായിക്കൂടാ? എന്താണ് നിങ്ങളെ തടയുന്നത് എന്നായിരുന്നു കോടതിയുടെ ആദ്യ ചോദ്യം. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ED ആദ്യ സമൻസ് നൽകിയതെന്ന് നിരീക്ഷിച്ച കോടതി AAP നേതാവ് രാജ്യത്തെ പൗരൻ ആണെന്ന് കൂടി ഓർക്കണമെന്നും ജസ്റ്റിസ് സുരേഷ് കുമാർ കെയ്ത്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിൽ തടസ്സമില്ല എന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്നും ഇടക്കാല സംരക്ഷണം വേണമെന്നും കേജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ് വാദിച്ചു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അന്വേഷണ ഏജൻസിയുടെ ലക്ഷ്യം വ്യക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കെജ്രിവാളിന്റെ വസതിയിലേക്ക് സെർച്ച് വാറന്റുമായി എൻഫോഴ്സ്മെന്റ് സംഘം ഇരച്ചു കയറുകയും 1 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ സംശയിച്ചിരുന്നത് പോലെ ഡൽഹി മുഖ്യമന്ത്രിയെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. EDയുടെ ഈ അറസ്റ്റിൽ AAP തളരില്ല എന്ന് വ്യക്തമാക്കിയാണ് AAP നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത്. അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് ആരോപിച്ചവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അടിയന്തരവാദം കേൾക്കണമെന്നാണ് AIPയുടെ ആവശ്യം. ജയിലിനുള്ളിൽ ഇരുന്ന് ഭരിക്കുമെന്നവർ BJPയെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്.